മഴയത്ത് ചായ കുടിക്കാൻ പോയ ഒരു കപ്പിളിൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ എൻ്റെ കെട്ടിയനോട് ചോദിച്ചു നമുക്കൊന്ന് പുറത്ത് പോയാലോ. ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ മഴയത്ത് പോയിട്ട് പുറത്തേക്ക് പോലും വരില്ല വേണമെങ്കിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ വെക്കാൻ സാധനമൊന്നുമില്ല. സത്യമായിരുന്നു, രാവിലെ മുതൽ കറണ്ടില്ലാത്തതുകൊണ്ട് മിക്സി വർക്ക് ചെയ്യുന്നില്ല, അരി പൊടിക്കാനൊന്നൊരു നിവൃത്തിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്ന് വാങ്ങിച്ചിട്ട് തന്നെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അല്ലാണ്ട് ഞാൻ ചായ കുടിക്കാൻ വിളിച്ചല്ലോ എൻ്റെ കെട്ടിയോ വരില്ല, പ്രത്യേകിച്ച് ഈ മഴയത്ത്. എല്ലാവരെയും പോലെ അല്ലെങ്കിൽ എല്ലായിടത്തും പോലെ മഴ ഒഴിഞ്ഞിട്ട് നേരമില്ല. 2-3 ദിവസമായിട്ട് മഴയോട് മഴയാണ്. അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്ന ആളാണ്. ഇപ്പം ഈ റെയിൻകോട്ടെല്ലിട്ട് വരുന്നത് കൊണ്ട് വണ്ടി നിർത്താനും ആ റെയിൻകോട്ടിൻ്റെ വെള്ളത്തോട് കൂട്ടിയിട്ട് ഷോപ്പിനകത്തോട്ട് കയറാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും മനപ്രയാസം കൊണ്ട് ഞാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും തീർന്നിരിക്കുകയാണ്. ഇനി ഷോപ്പിൽ പോയാലും അറിയില്ല അവിടുത്തെ സ്ഥിതി എന്താണ്. സൂപ്പർ മാർക്കറ്റിലേക്കാണ്. വഴിയിലൊക്കെ ഓരോ തടസ്സങ്ങളുണ്ട്. എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പൊളിഞ്ഞ് വീണിട്ടുണ്ട്, മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് യാത്രയിലൊക്കെ. ഇപ്പോൾ വിചാരിച്ച പോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കറണ്ടില്ല, ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നില്ല, അവിടെ മൊത്തം ഇരുടായിരുന്നു. ഞാൻ എൻ്റെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കൊടുത്തിട്ടാണ് അവരെൻ്റെ ഒരു സാധനത്തിൻ്റെ ബില്ല് മാനുവലായിട്ട് എഴുതിയിട്ട് തരികയാണ് ഉണ്ടായത്. പാവങ്ങൾ സ്റ്റാഫ് വരുമ്പോൾ ഞങ്ങളെല്ലാം കാണുമ്പോൾ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. ഈ സമയമായല്ലോ ഇവർക്കെല്ലാം കയറി വരാമെന്ന് വിചാരിച്ചിട്ട്. ഞാനാണെങ്കിൽ അങ്ങനെ വിചാരിക്കുമല്ലോ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള വൈബിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ടുള്ള വൈബിലേക്ക് തന്നെ ഇറങ്ങിപ്പോന്നു. അത്യാവശ്യമുള്ള സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. നാളെ പട്ടിണി കിടക്കാണ്ട് കഴിഞ്ഞ് കിട്ടിയല്ലോ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹോട്ടലിലോട്ട് പോകേണ്ടി വരും, റെസ്റ്റോറൻറ്റിൽ പോകേണ്ടി വരും ഭക്ഷണം കഴിക്കണമെങ്കിൽ. എന്തായാലും സാധനം കിട്ടിയെന്നുള്ള സന്തോഷിച്ച് ഞാനും എൻ്റെ ഭർത്താവും തിരിച്ചു വന്നു.